നമസ്കാരം, ഞാൻ അനന്തലക്ഷ്മി. തനിമ സ്പെഷ്യൽ ന്യൂസ്. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പോലീസ് വകുപ്പിന്റെയും കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ കാട്ടാക്കട ഡിവൈഎസ്പി ഷിബുവിന്റെ അധ്യക്ഷതയിൽ കാട്ടാക്കട MLA IB സതീഷ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യ അതിഥിയായി തിരുവനന്തപുരം ജില്ലാ റൂറൽ പോലീസ് മേധാവി സുദർശനൻ IPS പങ്കെടുത്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ അനസൂയ സ്വാഗതം ആശംസിച്ചു. പ്രോഗ്രാം ഓഫീസർ ജെൻഡർ കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ ശ്രീജിത്ത് വിഷയാവതരണം നടത്തി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കാട്ടാക്കട താലൂക്കിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ DYSP ഓഫീസുകളിലും സ്നേഹിത പോലീസ് സ്റ്റേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് കാട്ടാക്കട DYSP ഓഫീസിലും സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങിയത്. കാട്ടാക്കട DYSPയുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനിലെ CI, SI, പോലീസ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സ്ത്രീ സംതൃപ്തയായിരിക്കണം, സ്ത്രീ സുരക്ഷിതയായിരിക്കണം. മുറിവേറ്റ മനസ്സുമായി ജീവിക്കുന്ന ഒരു സ്ത്രീ താമസിക്കുന്ന വീട് ചെകുത്താൻ കയറിയ വീടാണ്. അതുപോലെയാണ് നാടും. മനസ്സിന് സന്തോഷമില്ലാതെ ജീവിക്കുന്ന സ്ത്രീകൾ ജീവിക്കുന്ന നാട് അസ്വസ്ഥമാണ്. അങ്ങനെ ഒരു നാട് ഉണ്ടാകാതിരിക്കണം. അതിന് പോലീസും ജനങ്ങളും കൈകോർക്കുന്നു. പോലീസിനെ സംബന്ധിച്ച് നമുക്ക് പലർക്കും പല മുൻവിധികളുമുണ്ട്. പോലീസിംഗ് എന്ന് പറയുന്നത് ബലപ്രയോഗമല്ല, ജനങ്ങളുടെ സംരക്ഷകരാണ്, ജനങ്ങളുടെ സ്നേഹിതരാണ് പോലീസ് സേന. സമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളിലും കുറച്ചുപേർ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും. അത് എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. അതുപോലെ പോലീസ് സേനയിലും അതുണ്ടാവാം. പക്ഷേ അതല്ല പോലീസ്. പോലീസിംഗ് എന്ന് പറയുന്നത് ജനപക്ഷത്ത് ജനങ്ങളുടെ സുഹൃത്തുക്കളാണ്. ആ കാഴ്ചപ്പാടോടു കൂടിയാണ് സ്നേഹിത. ഈ സ്നേഹിത സെൻറ്ററിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് കിട്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് പിന്നീട് ഇവിടെ കുടുംബശ്രീയുടെ പ്രതിനിധികൾ റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 600-ലധികം പോലീസ് സ്റ്റേഷനുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. കുട്ടികളുടെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വർഷം തന്നെ ഏതാണ്ട് 8-9 കുട്ടികൾ 18 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒരുപാട് കാരണങ്ങൾ ഇതിലേക്ക് ഉണ്ട്. ഇത് ഇഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വലിയ കോർ ഇഷ്യൂസിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു പ്രധാന ഒരു വിഷയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ജനങ്ങൾ ബന്ധത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ് കഴിഞ്ഞ മാസം 15-ാം തീയതി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലക്കാട് സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്തിട്ട്
എല്ലാ DYSP ഓഫീസുകളും കേന്ദ്രീകരിച്ച് MLAമാർ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള സർക്കാരിൻ്റെ ഒരു ഡയറക്ഷനോട് കൂടിയുള്ള ഒരു പദ്ധതി, സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ എന്നാണ് ഇതിനെ പറയുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വരുന്ന 70% അല്ലെങ്കിൽ 60% ഇഷ്യൂകളും പ്രശ്നങ്ങളും ഒരു FIR എടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി വിഷയം തീർക്കേണ്ടതല്ല. നേരെ മറിച്ച് പോലീസ് വിളിച്ച് സംസാരിച്ച് തീർക്കേണ്ടതായ പല വിഷയങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അവിടെ പോലീസിന് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണ്. അതുപോലെ തന്നെ പോക്സോ കേസുകൾ, ലഹരിയുടെയും മദ്യത്തിൻ്റെയും അനാവശ്യമായ ഉപയോഗം, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മുടെ ഒരു ലാൻഡ് ലോക്ക്ഡ് ഏരിയയാണ് നമ്മുടെ പ്രദേശം. അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സ്വഭാവ സവിശേഷതകളായിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അപ്പോൾ ജനവും പോലീസും തമ്മിലൊരു ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതിലേക്ക് വേണ്ടി ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മൂവ് ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും ഈ സ്ത്രീജനങ്ങളും മറ്റുള്ളവരും ഒക്കെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരാൻ വൈമുഖ്യമുള്ളവരും ഒക്കെയാണ്. അപ്പോൾ അവരൊരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഒരു സ്റ്റിഗ്മ നിലനിൽക്കുകയാണ്. കൗൺസിലിങ്ങിനും അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് കൺസൾട്ടേഷനൊക്കെ പോകുന്നത് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്റ്റിഗ്മ ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു മാനസികമായ തകർച്ച എല്ലാം ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരു സ്നേഹിതയുടെ ഒരു റോള് പ്രയോജനം ചെയ്യും.